ഹലോ എവ്രി വൺ. അപ്പോൾ ഈ ഒരു സൺഡേ ഞങ്ങൾ ഐസിനെയും കൂട്ടിയിട്ട് ധർമ്മടം തുരുത്തിൽ പോയിട്ടുണ്ടേനു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കൊക്കെ ഐസിന് എക്സാം ആയിരുന്നു. സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം കേട്ടോ എക്സാം ഉണ്ടായത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീക്കെൻഡിൽ ഞങ്ങൾ പോയിട്ടുണ്ടായത്. അങ്ങനെ ധർമ്മടം ബീച്ച് പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് അവിടെ ഫ്ലവർ ഷോ മുന്നേ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ അവശേഷിപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഈ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഈ ഒരു ലവ് കണ്ടപ്പോൾ ഐസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അങ്ങനെ അവൻ അവിടെ പോയി നിന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടേനു. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇതൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ഒരു ഊഞ്ഞാലിൽ കുറച്ച് സമയം പപ്പയും മോനും കൂടി ആടിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോകാമെന്നാട്ടോ വിചാരിച്ചത്. എപ്പോഴും കാണുന്ന ഈ ഒരു സ്റ്റാൾ ഇവിടെ തന്നെ ഉണ്ട്, കുറേ ടോയ്സും കുപ്പിവളയൊക്കെ കിട്ടുന്ന സ്റ്റാള്. അങ്ങനെ പിന്നെ ഈ ഒരു പാർക്ക് ഇവിടെ സ്ഥിരമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടേനും. കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് പുറത്തിരിക്കുകയും ചെയ്യാം. പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും പോയിട്ടില്ല, നേരെ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാം കേട്ടോ ചെയ്തത്. പക്ഷെ എന്താ പറയുക, തിരക്കൊക്കെ വളരെ കുറവേനു. മുഴപ്പിലങ്ങാട് ബീച്ചൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും, കളിക്കാനും വെള്ളത്തിലിറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ആളൊന്നുമില്ല. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ബീച്ച് അല്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം കുട്ടികൾക്ക് കളിക്കുകയൊക്കെ ചെയ്യുക, വണ്ടി വരുന്നുള്ള പേടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് ടൈം കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ നേരെ ആട്ടോ ഈ ഒരു സൂര്യൻ ഉണ്ടായത്, അതിൻ്റെ അസ്തമയമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഐസിന് വെള്ളത്തിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങുന്നുണ്ട്. വേറെ പേര് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലേ, കാല് മാത്രം നനക്കുമെന്ന് പറഞ്ഞിട്ടോ ആൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ പാൻറ് ഫുള്ളായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അവനവിടെ ബീച്ചിൽ കളിച്ചിട്ടു ഞങ്ങൾ ഈ ഒരു സൂര്യാസ്തമയം കണ്ടിട്ടും അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ബീച്ച് സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഈ പാർക്ക് ഏരിയയിലേക്ക് പോകുമ്പോൾ തന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായത് അവിടെ നിന്ന് കോഫി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ കോഫിയും അതുപോലെ തന്നെ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാട്ടോ ചെയ്തത്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായത് ഒമാസ് റെസ്റ്റോറൻറ്റിലേക്കാണ്, മമ്പറത്തുള്ളതാട്ടോ ഈ ഒരു ഒമാസ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ അവിടെ പോയിട്ട് പപ്പയും മോനും നല്ല ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചിക്കൻ്റെയാണ് കഴിച്ചിട്ടുണ്ടായത്. ഇത് പാൽ പൊറോട്ട വിത്ത് ബീഫാട്ടോ. 3 പൊറോട്ട വരുന്നുണ്ട്, അതുപോലെ ബീഫിൻ്റെ ഗ്രേവിയും വിത്ത് പീസ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, അതും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബുൾസയും കുറച്ച് ഉള്ളിയും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാട്ടോ ചെയ്തത്. മോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ നേരെ പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.